ഞാൻ തിരുവനന്തപുരം ഉഷസിൻ്റെ നാടകത്തിന് സംഗീതമായിട്ടിരിക്കുമ്പോൾ വെളുപ്പിന് 5 മണിക്ക് സംഗീതനായിട്ട് വെട്ടിയെടുത്ത് വെച്ച് സംഗീതമായിട്ടിരിക്കുമ്പോൾ ഒരാൾ തലയിൽ തുണിയൊക്കെ ഇട്ട് മൂടി പൊതിച്ച് വന്ന് ഇതേനാ പാട്ട് കമ്പോസ് ചെയ്യണോ? ഞാൻ പറഞ്ഞു അതെ, ഞാനൊരു നാടകക്കാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇരുന്നു. അവിടുത്തെ എന്താണ് പേര്? എൻ്റെ പേര് ചാച്ചപ്പൻ. ഞാൻ ചാടി എഴുന്നേറ്റ് കാലിൽ തൊട്ട് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ ഗീതായിലെ ഉടമസ്ഥനാണ്, ഗീതായ്ക്ക് നാടകം സംവിധാനം ചെയ്യുന്നത് ഞാനാണ്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം CP ഷാജിയാണ്. സംസ്ഥാന സർക്കാരിന്റെ 10 അവാർഡുകൾ നേടിയ ഒരു പ്രിയപ്പെട്ട വ്യക്തിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. അത് മറ്റാരുമല്ല, മലയാള നാടക സംഗീത രംഗത്ത് തന്റേതായ സാന്നിധ്യം അറിയിച്ച ആലപ്പി ഋഷികേശ്, ഞങ്ങളുടെ സ്വന്തം ഋഷിയണ്ണനെ കുറിച്ചാണ്. അണ്ണന് കിട്ടിയ 10 സംസ്ഥാന സർക്കാരിന്റെ അവാർഡുകൾ ഏത് നാടകങ്ങൾക്കാണ് ലഭിച്ചത്, അതിനെക്കുറിച്ച് അണ്ണന്റെ ആ വാക്കുകളാണ് ഈ സമയം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുമ്പോൾ. മലയാള നാടകവേദിയുടെ ശ്രദ്ധേയനായി ഇന്ന് മുതിർന്ന കലാകാരനായ സംഗീത സംവിധായകൻ ശ്രീ ആലപ്പി ഋഷികേശ് കൊല്ലത്തും തിരുവനന്തപുരത്തും ഏതാണ്ടും കേരളം ഒന്നാകെ 1500-ലധികം നാടകങ്ങൾക്ക്, 900-ലധികം കഥാപ്രസംഗങ്ങൾക്ക്, ഒട്ടനവധി ബാലകൾക്ക് തന്റേതായ സംഗീതത്തിന്റെ അറിവുകൾ മേമ്പടി ചേർത്തുകൊണ്ട് മലയാളികളുടെ ഗൃഹാതുരത്വം തുളുമ്പുന്ന അമ്പലപ്പറമ്പുകളുടെ ആ വേദികളെ സമ്പന്നമാക്കി എന്നും ഓർത്തിരിക്കപ്പെടുന്ന ഒത്തിരി ഗാനങ്ങൾക്ക് സംഗീതം നൽകിയ ഋഷിയണ്ണന്റെ ആ ഗൃഹാതുരത്വം തുളുമ്പുന്ന അനുഭവങ്ങൾ, അത് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതായിരിക്കും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആ മലയാള നാടകവേദിയുടെ മുതിർന്ന സംഗീത സംവിധായകനായ ശ്രീ ആലപ്പി ഋഷികേശ്, ഋഷിയണ്ണന്റെ ജീവിതയാത്രകളിൽ സംഗീത രംഗത്ത്, നാടകരംഗത്ത് തന്നെ ആരാണ് കൈപിടിച്ച് വളർത്തിയതെന്നും ആ യാത്രകൾക്കിടയിൽ ഉണ്ടായ രസകരമായ അനുഭവങ്ങളും തന്നെ നാടകരംഗത്തേക്ക് കൊണ്ടുവന്ന ആ മുഹമ്മയിലെ വ്യക്തി ആരാണെന്നും പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് തന്നെ വളർത്തിയ കൊല്ലത്തും തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കേരളം ഒന്നാകെ വളർത്തിയെടുത്ത ആ കലാകാരൻ ആരാണെന്നൊക്കെ അണ്ണൻ കൃത്യമായും പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ സമയം നിങ്ങളോട് ഞാൻ അവതരിപ്പിക്കുമ്പോൾ. ഓർക്കുക, കേരളത്തിൽ 10 സംസ്ഥാന സർക്കാരിന്റെ അവാർഡുകൾ കരസ്ഥമാക്കിയ മലയാള നാടകവേദിയുടെ നൊമ്പരപ്പാടുകൾക്കിടയിലും ശബ്ദങ്ങൾക്കിടയിലും ഒരു കാലഘട്ടത്തിൽ അമ്പലപ്പറമ്പുകളുടെ ശബ്ദധ്വനികളുടെ ഈണങ്ങളിലേക്ക് ശ്രുതിമീട്ടിയ സംഗീതത്തിന്റെ പുതിയ അലകൾ ഉണർത്തിയെടുത്ത് മലയാള നാടക സംഗീത രംഗത്ത് തന്റേതായ സാന്നിധ്യം അറിയിച്ച ആലപ്പുഴയുടെ ഞങ്ങൾ മുഹമ്മക്കാരുടെ സ്വന്തം ഋഷിയണ്ണന്റെ ചെറിയ വീഡിയോ കാണാം. നമസ്കാരം. ഞാൻ സംഗീത സംവിധായകൻ ആലപ്പി ഋഷികേശ്. 1971 എൻ്റെ നാടക ജീവിതം ആരംഭിക്കുന്നത്. ആദ്യകാലത്ത് അഭിനയിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. പിന്നീട് സംഗീത സംവിധാനമാവുകയായിരുന്നു. ഏകദേശം 1500ഓളം നാടകങ്ങൾക്ക് സംഗീതം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. 900ഓളം കഥാപ്രസംഗങ്ങൾ ചെയ്തിട്ടുണ്ട്. 52-53 ബാലെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ രംഗത്ത് എൻ്റെ സുഹൃത്തുക്കൾ, ഒരുപാട് സുഹൃത്തുക്കൾ, കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഒരു 1000കണക്കിന് സുഹൃത്തുക്കൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം. ആദ്യകാലത്തൊക്കെ എനിക്ക് അവാർഡ് കിട്ടാൻ കൊതിയായിരുന്നു. കൊതി എന്ന് പറഞ്ഞാൽ അവാർഡിന് വേണ്ടി ജോലി ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഓരോ വർഷവും പ്രൊഫഷണൽ നാടക മത്സരം കഴിയുമ്പോൾ ഈ വർഷം എനിക്കുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ ആദ്യകാലത്തൊക്കെ സംഗീത അക്കാദമി വളരെ പേര് നോക്കിയാണ് ദേവരാജൻ മാഷ്, ദക്ഷിണാമൂർത്തി, അല്ലെങ്കിൽ അർജുന മാഷ്, കുമരൻ രായപ്പൻ, ഇവർ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവർ നോക്കുള്ളായിരുന്നു. 2000 എനിക്ക് ആദ്യമായി അക്കാദമി എന്നെ അംഗീകരിക്കുന്നത്. 1991 നാനാ സിനിമ മാസികയുടെ ഗാലപ്പോൾ അവാർഡ് എനിക്ക് കിട്ടി. ചങ്ങനാശ്ശേരി അണിയറയുടെ അഭിമന്യു എന്ന നാടകത്തിനാണ് അത് കിട്ടിയത്. അത് 97 ആവർത്തിക്കപ്പെട്ടു. 2000 ദി ജോക്കർ, കൊച്ചിൻ നായനയുടെ ദി ജോക്കർ, അനിൽ ബാസ് എഴുതി പ്രദീപ് റോയ് സംവിധാനം ചെയ്ത നാടകമാണ്. ഞാനും പ്രദീപ് റോയുമായിട്ട് ആ കാലഘട്ടത്തിൽ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നൊരു സമയം കൂടെയാണ്. വളരെ നല്ല നാടകം, നല്ല ശാസ്ത്രീയമായ നാടകമായിരുന്നു എന്ന് പറയാതെ അത് വളരെ ഡെപ്തുള്ളൊരു നാടകമായിരുന്നു. ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു അക്കാദമി കാവാലം നാരായണ പണിക്കരാണ് അന്ന് ചെയർമാനായിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാലം മുതൽ അർഹതയുള്ളവർക്ക് കൊടുക്കണം എന്നൊരു നിർബന്ധം ഉണ്ടാവുകയും
അങ്ങനെ എനിക്ക് തോന്നുന്നു അന്ന് PR ചന്ദ്രൻ സാറാണെന്ന് തോന്നുന്നു അന്ന് ജൂറി ചീഫ്. അങ്ങനെ 2000 എനിക്ക് അവാർഡ് കിട്ടി. 2004 കോഴിക്കോട് സങ്കീർത്തനയുടെ നവരസ് നായകൻ ജയതിരുമന എഴുതി സംവിധാനം ചെയ്ത നാടകം, ഗുരുവായൂർ ശിവജി ഉൾപ്പെടെയുള്ളവർ അഭിനയിച്ച് വളരെ മനോഹരമായൊരു നാടകമായിരുന്നു. അതിലെനിക്ക് 6 പാട്ടാണ്. 6 പാട്ടിൽ വളരെ ഹൃദ്യമായ പാട്ടുകൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. അങ്ങനെ 2004 കോഴിക്കോട് സങ്കീർത്തനയ്ക്ക് നവരസ് നായകൻ എന്ന നാടകത്തിന് ഇനി പശ്ചാത്തല സംഗീതം ആദ്യം 2000 കിട്ടിയത് പശ്ചാത്തല സംഗീതത്തിൽ തന്നെയാണ്. 2005 എനിക്ക് അവാർഡ് കിട്ടുന്നത് തിരുവനന്തപുരം സങ്കീർത്തനയുടെ നല്ല കാലം എന്ന നാടകത്തിനാണ്. തിരുവല്ല ബാബുരാജ്, വൈക്കം ബിനു തുടങ്ങിയവരാണ്. അന്ന് ജയതിരുമന എഴുതിയ നാടകത്തിന് പ്രദീപ് റോയിയാണ് സംവിധാനം. ആ നാടകവും വളരെ ശക്തമായി കളിക്കുകയും കൂടുതൽ എണ്ണം കളിക്കുകയും ചെയ്തു. കോഴിക്കോട് സങ്കീർത്തനയിൽ നല്ല സമിതിയായിരുന്നുകൊണ്ട്, വളരെ അറിയപ്പെടുന്ന സമിതിയായിരുന്നുകൊണ്ട് അതിന് നല്ല രീതിയിൽ കളിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. 2006 എനിക്ക് കിട്ടുന്നത് കോട്ടയത്ത് തമ്പുരാൻ, തിരുവനന്തപുരം അക്ഷരകലയുടെ വീനമ്പലം സന്തോഷ്, രാജൻ കിഴക്കനാലയും വീനമ്പലം സന്തോഷുമായിരുന്നു. അതിനകത്ത് ആ വർഷം തന്നെ എനിക്ക് സംഗീതത്തിന് കിട്ടിയതോടൊപ്പം മഞ്ജു മേനോൻ എന്ന ഗായികകൾ ജീവിതത്തിൽ ആദ്യമായിട്ട് നാടകത്തിൽ പാടുകയും ആദ്യമായി പാടിയപ്പോൾ തന്നെ അവൾക്ക് അവാർഡ് വരികയും ചെയ്തു. അങ്ങനെ 2006 കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് 2008 അവാർഡ് കിട്ടുന്നത്. 2008 കിട്ടിയ അവാർഡ് കോട്ടയം കൈരളി തിയേറ്റേഴ്സിൻ്റെ നേർക്കാഴ്ച എന്നുള്ള നാടകത്തിനാണ്. അതിൻ്റെ സംവിധാനം കൈരവളം ചന്ദ്രനായിരുന്നു. രചയിതാവിനെ ഞാൻ ഓർക്കുന്നില്ല. പിള്ള സാറിൻ്റെ സമിതി വിശ്വകലാ സമിതി എന്നുള്ള വിശ്വകേരള കലാസമിതി എന്നുള്ളത് മാറ്റിയിട്ട് അതിന് കൈരളി എന്നുള്ള പേരാക്കുകയും അങ്ങനെ ആ നാടക സമിതിയിൽ എനിക്ക് സംഗീതം ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ ആ വർഷം നേർക്കാഴ്ചയ്ക്ക് എനിക്ക് അവാർഡ് കിട്ടുകയും ചെയ്തു. പിന്നെ 2011 അത് സംഗീതത്തിനാണ് കിട്ടുന്നത്. വർത്തമാനകാലത്തിലേക്കൊരു കർണകി, മതേരിക്കന്നി, മറക്കാൻ മറന്നൊരു രാത്രി, അങ്ങനെ 3-4 നാടകം ആ വർഷം കളിക്കുകയുണ്ടായി. ആ നാടകത്തിൽ എനിക്ക് സംഗീതത്തിന് ഏറ്റവും നല്ല സംഗീത സംവിധാനമായി 2011 കിട്ടി. 2012 ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ ഭാരത പര്യടനം, ഹരിചന്ദ്രൻ, തെനാലി രാമൻ, സ്വർഗം ഭൂമിയിലാണ്, അങ്ങനെ 3-4 ഇടത്തിലാണ് ആ വർഷവും കിട്ടുന്നത്. 2015 കോഴിക്കോട് സങ്കീർത്തനയുടെ മാമാങ്കത്തിന് പശ്ചാത്തല സംഗീതത്തിനാണ് അവാർഡ് കിട്ടുന്നത്. എന്നോട് അതിൻ്റെ സംഘാടകർ ആവശ്യപ്പെട്ടത് ആവശ്യമുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം ഞാൻ സിത്താർ, വീണ, 3 വയലിൻ, ഷെഹനായി, നാസുരം, ചെണ്ട, ഇടയ്ക്ക, മദ്ദളം, അങ്ങനെ എല്ലാ ഇൻസ്ട്രുമെൻറ്റുകളും വെച്ചു. കാരണം ആ മാമാങ്കം അറിയാമല്ലോ, മാമാങ്കത്തിന് അതെല്ലാം വേണമെന്ന് തോന്നി. അതെല്ലാം ചെയ്തു. ഞാൻ മ്യൂസിക് ചെയ്ത് ഇറങ്ങുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായത് രാജീവൻ മുമ്പിളിയാണ് സംവിധാനം. അദ്ദേഹം വന്ന് എനിക്ക് ക്ഷയിക്കാൻ എന്നിട്ട് പറഞ്ഞു, വളരെ താഴത്തേക്കാണ്, പ്രായത്തിൽ വളരെ ചെറുതായി വന്ന് ഞങ്ങളോടൊപ്പം നിന്ന് ഈ നാടകത്തിന് സംഗീതം ഉണ്ടാക്കി തന്നതിൽ ഏറെ സന്തോഷമെന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ആ നാടകത്തിന് എനിക്ക് 2015 എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. 2015 വേറൊരു സന്തോഷം വരുന്നത് 2015 എനിക്ക് ഗുരുപൂജ പുരസ്കാരം കിട്ടുന്നത്. ഒരു വേദിയിൽ തന്നെ 126 പേർക്ക് 127 സമ്മാനമാണ് അവിടെ കൊടുത്തത്. അപ്പോൾ പ്രവാസി അവാർഡ് ഉൾപ്പെടെയാണ് എല്ലാം. ഈ കോൺഗ്രസ് മന്ത്രിസഭ മാറി ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിസഭ കയറിയപ്പോൾ പെട്ടെന്ന് കോൺഗ്രസ് മന്ത്രിസഭയ്ക്ക് അത് കൊടുക്കേണ്ടി വന്നതുകൊണ്ട് അവർ പെട്ടെന്ന് ഞങ്ങളെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി ഈ 126 പേർക്ക് 127 അവാർഡ് തരികയായിരുന്നു. അത് ഒരു കാര്യമുണ്ട്, നമുക്കിപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് അഭിമാനത്തോടെ പറയാം. കാരണം ഒരു വേദിയിൽ നിന്ന് തന്നെ 2 അവാർഡാണ്, ഗുരുപൂജ പുരസ്കാരവും സ്റ്റേറ്റ് അവാർഡും ഗുരുപൂജ പുരസ്കാരവും. അത് വളരെ എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ അഭിമാനത്തോടെ ഓർക്കാവുന്ന ഒരു സംഭവമാണ്. പിന്നെ 2022 ചങ്ങനാശ്ശേരി സർഗസഭയുടെ ഈ പാതിരാ നേരത്ത് എന്ന നാടകം, അത് CK ശശി എഴുതി വൈക്കം ബിനുവാണ് സംവിധാനം ചെയ്തത്. ഈ നാടകം പക്ഷേ ഇത് സംഗീത നാടക അക്കാദമി അല്ല മത്സരം നടത്തിയത്. തിലകൻ സ്മാരക വേദിയും
സാംസ്കാരിക വകുപ്പും ചേർന്ന് നടത്തിയ മത്സരത്തിൽ ഏറ്റവും നല്ല സംഗീത സംവിധായകനായി എനിക്ക് കിട്ടി. അങ്ങനെ എനിക്ക് സർക്കാരിൻ്റെ 10 അവാർഡ് വാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനത്തോടെയാണ് ഓർക്കുന്നത്. എൻ്റെ നാട്ടുകാരെനിക്ക് തന്ന സഹകരണം നിസ്സാരമൊന്നുമല്ല. എൻ്റെ വളർച്ചയ്ക്ക് എൻ്റെ നാട്ടുകാർ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇന്നും എൻ്റെ നാട്ടുകാരനോട് കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഭാര്യ പത്മകുമാരിയമ്മ, മക്കൾ 2 പേരാണ്. ഒന്ന് ഋഷികൃഷ്ണ, മോള് ഋഷികൃഷ്ണ, അവൾ അയർലൻഡിലാണ്. ഋഷികൃഷ്ണ, മനീഷ് ലാൽ, അവർക്ക് 2 പേര്, ഒന്ന് മക്കളാണ്. അപ്പോൾ അവർ രണ്ടും, ഒന്ന് ഏകാഭരണിക മൂത്തത്, ഇളയാള് അനായ മനീഷ് ലാൽ എന്നാണ് അവളുടെ പേര്. മോൻ്റെ പേര് ഋഷി വിഷ്ണു, അവൻ്റെ ഭാര്യയുടെ പേര് രേഷ്മ. ഒരു മോനുണ്ട്, അവന് ഹൃദയസൂത്ത് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുന്നു എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് നാടകത്തിന് സംഗീതം ചെയ്യാൻ ചെല്ലുന്നത് പ്രഫുല്ലകുമാറിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞ നാടകത്തിന്, ഉഷസ് എന്നൊരു സമിതിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ എനിക്ക് ഇടയ്ക്ക് വെച്ച് കിട്ടിയൊരു സുഹൃത്തുണ്ട്, പൂജപ്പുര രഞ്ജൻ. ഞാനും രാൻബി ദേവിയും കൂടെ ചെന്നിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ രഞ്ജൻ അവിടെ വന്നു. രഞ്ജൻ വന്നപ്പോൾ രഞ്ജൻ അവിടെയുള്ള തിരുവനന്തപുരത്തുള്ള ഒരുവിധം നാടകക്കാരെയൊക്കെ അവിടെ കൊണ്ട്, തന്നെയല്ല നെയ്യാറ്റിൻകര രാജാജി പോലുള്ള വലിയ നടന്മാരൊക്കെ ഇതിനകത്ത് അഭിനയിക്കുന്നുമുണ്ട്. അപ്പോൾ അന്ന് കിട്ടിയ ഒരു സുഹൃത്താണ് പരമേശ്വരൻ കുര്യാത്തി. പരമേശ്വരൻ കുര്യാത്തി നല്ല സുന്ദരനായ ചെറുപ്പക്കാരൻ, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അയാൾക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ലൈറ്റ് വർക്ക് ചെയ്യും. അപ്പോൾ രാജൻ ബി ദേവ് പറഞ്ഞ് നമുക്കൊരു പണിയാം, ഈ പരമേശ്വരൻ കുര്യാത്തിയെ കൊണ്ട് നമുക്ക് ലൈറ്റ് വർക്ക് ചെയ്യാം. അപ്പോൾ അദ്ദേഹം കൂടെ ഞങ്ങളുടെ കൂടെ കൂടി. അതിനുശേഷം ഞങ്ങൾ ആ നാടകത്തിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് വളരെ വിജയമായി, നാടകം നന്നായി ഓടിക്കളിക്കുകയും ചെയ്തു. ആ സമയത്താണ് പരമേശ്വരൻ കുര്യാത്തി എന്നോട് ചോദിച്ചു, ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് പിടിച്ചാൽ വന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു. സത്യത്തിൽ എനിക്ക് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ വർക്കുണ്ട്. 127 നാടകമാണ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തത്. പരമേശ്വരൻ കുര്യാത്തി രചനയും സംവിധാനവും ചെയ്ത 127ഓളം നാടകങ്ങൾക്ക്. ഞാൻ പരമി എന്ന് വിളിക്കുന്നത്. പരമി എഴുതി കരോളെണ്ണം ചെയ്തതിലും ചന്ദ്രണ്ണം ചെയ്തതിലും. അപ്പോൾ ആ ഇടയ്ക്കാണ് കാർത്തികനാൾ ഓഡിറ്റോറിയത്തിലെ ഒരു നാടകം, ഒരു അമച്വർ നാടകം, ISROടെ ഒരു മത്സരത്തിന് വേണ്ടിയുള്ള നാടകം അവിടെ കളിച്ചപ്പോൾ കരോളൻ ചന്ദ്രണ്ണൻ അത് കാണാൻ വന്നു. അപ്പോൾ ഈ കുട്ടനാട്ടിലെ ഹമ്മിങ്ങുകൾ, ഇങ്ങനെ വഞ്ചിപ്പാട്ടും ഹമ്മിങ്ങും ഒക്കെ ഇട്ട് ആ നാടകത്തിന്, അങ്ങനത്തെ ഒരു നാടകമായിരുന്നു, ഗ്രാമീണ ശൈലിയുള്ള നാടകങ്ങൾ. അപ്പോൾ അതിൻ്റെ മ്യൂസിക്കുകളൊക്കെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രണ്ണൻ ചോദിച്ചു, ആരാണ് ചെയ്തിരിക്കുന്നത് ചോദിച്ചപ്പോൾ ആലപ്പുഴ ഋഷികേശ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ചു, എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നിനക്ക് നമുക്കൊരുമിച്ചൊരു വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചു. അങ്ങനെ എനിക്ക് ഏകദേശം ഞാനും ചന്ദ്രനായിട്ട് 85 നാടകത്തോളം ചെയ്തു. എനിക്ക് നിലനിൽപ്പുണ്ടാക്കി തന്നത്, ഈ മലയാള നാടകരംഗത്ത് നിലനിൽപ്പുണ്ടാക്കി തന്ന ഒരാൾ തന്നെയാണ് കരോളൻ ചന്ദ്രൻ. അതൊരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത കാര്യമാണ്. കൊല്ലത്ത് എനിക്ക് ആദ്യമായിട്ട് ഒരു നാടകത്തിൻ്റെ ജോലി കിട്ടുന്നത് കൊല്ലം അസിത, അഷ്ടമുടി ഹിലാൽ നടത്തിയിരുന്ന കൊല്ലം അസിത, രാജൻ കുണ്ട്ര എന്ന് പറഞ്ഞ ഗാനരചയിതാവ്, അഷ്ടമുടി ഹിലാൽ, എനിക്ക് നല്ല സുഹൃത്തുക്കളെ കിട്ടിയൊരു സ്ഥലമാണ്. അപ്പോൾ ജി കൃഷ്ണൻ നായരാണ് സംവിധാനം. പെടലിക്ക് ഇതുമൊക്കെ ഇട്ടിട്ട് വന്ന് വളരെ ഇതാണ്. പുള്ളി ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല, അല്ല സ്റ്റേജിൽ കയറി അഭിനയിക്കുന്നൊന്നുമല്ല, അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നതല്ല. അപ്പോൾ ഒരു ദിവസം പുള്ളി പറഞ്ഞു, പക്ഷേ നമുക്ക് ഓർക്കസ്ട്ര, ഒരു നല്ല ഡെപ്ത് ഓർക്കസ്ട്ര വേണം. അപ്പോൾ ഈ തിരുവണ്ണായിലൊരു നല്ല ഗിറ്റാറിസ്റ്റ് ഉണ്ട്, സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അയാളിപ്പോൾ തയ്യൽക്കാരനാണ്, അയാൾ ഗിറ്റാറിസ്റ്റ് വായനയൊക്കെ നിർത്തി. അപ്പോൾ ഞാൻ പുള്ളിയെ അന്വേഷിച്ച് ചെന്നു. അപ്പോൾ ആലിങ്കൽ കരൺ എന്ന് പറയുന്ന ഗാനരചയിതാവ് ഞാനുമായി പോയി. അദ്ദേഹത്തിൻ്റെ വീടിനടുത്താണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു, അദ്ദേഹത്തെ കാണുന്നു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഗിറ്റാറിസ്റ്റുമായിട്ട് അവിടെ എത്തിയിരിക്കണം. അപ്പം ഞാൻ രാത്രി തന്നെ ചെല്ലാമെന്ന് പറഞ്ഞു. ഞങ്ങൾ രാത്രി ഏകദേശം ഒരു 9 മണിക്ക് ശേഷമാണ് ഈ സുരേന്ദ്രനെ കണ്ടുപിടിക്കുന്നത്. സുരേന്ദ്രനെ കണ്ടുപിടിച്ച് ഞങ്ങൾ സുരേന്ദ്രനുമായിട്ട് ആലിങ്കൽ കരണൻ്റെ വീട്ടിൽ വരുന്നു. അവിടെ നിന്ന് അത്താഴമൊക്കെ കഴിച്ചിട്ട് ഞാനും സുരേന്ദ്രനും മാത്രം ഇറങ്ങി ഇടവഴിയിൽ കൂടെ കഞ്ഞിക്കുടി ജംഗ്ഷനിൽ നടക്കുകയാണ്. നടന്ന് കുറേ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ശരിക്കും നല്ല നിരപ്പായ സ്ഥലം കണ്ടു. അതിലൂടെ നടന്നു വരികയാണ്. വഴിയൊന്നും നിശ്ചയമില്ല. അതിലൂടെ നടന്നാൽ അന്ന് വലിയ ഇഷ്ടംപോലെ വലിയ സ്ഥലം കിടക്കുകയല്ലേ. നടന്നു വന്ന് മുമ്പേ നടന്ന സുരേന്ദ്രനാണ്. ഞാൻ നോക്കുമ്പോൾ ഒരു ശബ്ദം കേട്ട് ഞാൻ നോക്കുമ്പോൾ കാണുന്ന സുരേന്ദ്രൻ ഒരു വലിയ കുളത്തിലേക്ക് മറിഞ്ഞങ്ങ് വീഴുന്നത്. ഗിറ്റാറും ആളെല്ലാം കൂടെ മൊത്തം മറിഞ്ഞ് വീണ് പായലുമായിട്ട് ഒരു ഭൂതത്തെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിന് ചെറിയ നിലാവുണ്ട്, ചെറിയ ഇങ്ങനെ ആളെ കാണാം.
ഭാഗ്യത്തിന് ബാഗ് കയ്യിലുണ്ടായിരുന്നു. 2-3 ദിവസത്തേക്കുള്ള ഡ്രസ്സ് എടുത്തിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ ആ ഇരുട്ടത്ത് നിന്ന് ഡ്രസ്സൊക്കെ മാറി നനഞ്ഞത് ആരെങ്കിലും കരണനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. നേരെ വിളക്കാറായപ്പോൾ കൊല്ലം അസിതയിൽ ചെന്നു. അസിതയിൽ ഒരു ഹാർമോണിസ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ആശാനെ മുഹമ്മദ് മണിയാശാനെ കൊണ്ടുവന്നാക്കി. ഘണ്ടാകരണ ക്ഷേത്രത്തിലെ പനനമ്പലി പടിഞ്ഞാറ് വശമുള്ള കുന്നത്ത് ഘണ്ടാകരണ ക്ഷേത്രത്തിൽ നാടകം കളിക്കാൻ പോയി. പിറ്റേ ദിവസം രാവിലെ എൻ്റെ നാടകം മുതലാളി എന്നെ വിളിച്ച് പറഞ്ഞു എന്നോട് ചതിവ് കാണിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താണ് ചോദിച്ചത്, തൻ്റെ ആശാൻ എനിക്കൊരു പണി തോന്നുന്നു. ഞാനങ്ങനെ വേഗം മണിയാശാൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ മണിയാശാൻ പറഞ്ഞോടാ, ഇന്നലെ അമ്മ എനിക്ക് കാശ് തന്നില്ല, ജോലി ഇന്നലെ നാടകം കഴിഞ്ഞ് പോകുന്നപ്പോൾ എനിക്ക് പൈസ തരാനാണ് വിട്ടത്, എന്നെ കഞ്ഞിക്കുടി ഇറക്കേണ്ടവർ പോകുന്നവർ. ഞാൻ ഉടനെ ഇയാളെ ഫോണിൽ വിളിച്ചു. അപ്പോഴാണ് എൻ്റെ കഥ പറയുന്നത്. ആശാൻ കിടന്നുപോയി. അവസാനം വയലിൽ വായിക്കുന്ന ദിലീപ് ഹാർമോണിയം എടുത്ത് വെച്ച് വായിച്ച് നാടകം കളിച്ചു. നാടകം തീരാറായപ്പോൾ ആശാനെ വിളിച്ച് പൊക്കി വണ്ടിയിൽ കയറ്റി അവർ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി. ഈ ആശാന അന്ന് ശമ്പളം കിട്ടുന്ന ഒരു ദിവസത്തേക്ക് 50 രൂപയാണ്. ഇയാൾ ആശാൻ അവിടുന്ന് 75 രൂപയോളം ഇയാൾക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ 75 രൂപ കൊടുത്തിട്ട് ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് വണ്ടിറക്കി അവിടുന്ന് ഓട്ടോറിക്ഷ എടുക്കാൻ 50 രൂപ കൂടെ കൊടുത്തിട്ടാണ് അവർ പോവുകയും ചെയ്തത്. അപ്പോൾ ആശാൻ എന്നോട് പറയുന്നത് ഒന്നും കൊടുത്തില്ലെന്നാണ്. സത്യത്തിൽ ആശാന് ആ സമയത്ത് ഒരു വെളിവില്ലാ പോയാണ് അർത്ഥം പറ്റിപ്പോയത്. അങ്ങനെ ഒരു എന്നെ മലയാള നാടക രംഗത്തേക്ക് സത്യത്തിൽ ആദ്യം കൊണ്ടുവരുന്നത് കായ്പറം കുശൽ എന്ന് പറയുന്ന എൻ്റെ ഗുരുനാഥനാണ്. അസാധ്യമായിട്ട് നാടകം എഴുതിയിരുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള മറ്റ് പ്രൊഫഷണൽ നാടക എഴുത്തുകാരെക്കാളും വളരെ കപ്പാസിറ്റി ഉള്ള ഒരാളായിരുന്നു. അതൊന്നും ഒരു കാര്യമല്ല എന്നുള്ള രീതിയിൽ പുള്ളി പോയത് കൊണ്ട് മാത്രമാണ്, ഇപ്പോൾ ഒന്നുമല്ല ഇരുന്നു. ആദ്യകാലത്ത് എന്നെ കൊണ്ട് നാടകത്തിന് സംഗീതം ചെയ്യിക്കുന്നത് അനിയൻ ചെയ്താൽ മതി, ഒരാൾ വന്ന് കൂടുതൽ പൈസ വെച്ച് നാടകം ബുക്ക് ചെയ്തതിനേക്കാൾ കൂടുതൽ കാശ് സംഗീതത്തിന് വേണമെന്ന് പറഞ്ഞപ്പോഴാണ് അനിയൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ശബരിമലയിൽ പോയി അവിടെ വെച്ച് പാട്ടൊക്കെ ചെയ്ത് തിരിച്ചു വരുന്നത്. കായ്പറം കുശൽ എന്ന് പറയുന്ന രചയിതാവിന് ഒരിക്കലും വളരെ രസകരമായ സംഭവം. ഞാൻ തിരുവനന്തപുരം ഉഷസിൻ്റെ നാടകത്തിന് സംഗീതം ചെയ്തിരിക്കുമ്പോൾ വെളുപ്പിന് 5 മണിക്ക് ഞാൻ അവിടെ ഒരു ഹോട്ടലിലിരുന്ന് സംഗീതം ചെയ്യാനായിട്ട് വെട്ടിയെടുത്ത് വെച്ച് സംഗീതം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ തലയിൽ തുണിയൊക്കെ ഇട്ട് മൂടി പൊതിച്ച് വന്ന് ഇതേനാ പാട്ട് കമ്പോസ് ചെയ്യണോ? ഞാൻ പറഞ്ഞു അതെ, ഞാനൊരു നാടകക്കാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇരുന്നു. വെളുപ്പിന് 5 മണിയാണ്. പാട്ട് കൊള്ളാം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഒരു നാടകക്കാരൻ പറയുന്നു പാട്ട് കൊള്ളാമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിരിക്കുന്നേ ഉള്ളൂ. എന്താ നമ്മുടെ പേര്? ഞാൻ പറഞ്ഞു ആലപ്പുഴ ഷീസ്. ഞാൻ ചോദിച്ചാൽ അവിടുത്തെ എന്താണ് പേര്? എൻ്റെ പേര് ചാച്ചപ്പൻ. ഞാൻ ചാടി എഴുന്നേറ്റ് കാലത്തൊട്ട് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ ഗീതായിലെ ഉടമസ്ഥനാണ്, ഗീതായ്ക്ക് നാടകം സംവിധാനം ചെയ്യുന്നത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞു നല്ല സ്ക്രിപ്റ്റ് വേണം, അതിനെ പറ്റി ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ പോലീസ് സ്റ്റേഷൻ പറഞ്ഞ നാടകമുണ്ട് കായ്പറം കുശലൻ്റെ, അവിടെ അമച്ചറായിട്ട് കളിച്ച നാടകമാണ്. പക്ഷെ അതിൻ്റെ കഥയും ഞാൻ പറഞ്ഞു. കഥ കേട്ടപ്പോൾ പുള്ളിക്ക് പറഞ്ഞു ഇത് കൊള്ളാം, നല്ല നാടകമാണല്ലോ, രസമുണ്ട്, പിന്നെ ഡയലോഗ് കൂടെ നോക്കിയാൽ മതി, സിറ്റുവേഷൻസൊക്കെ ഒന്ന് നോക്കട്ടെ, അദ്ദേഹത്തോട് ഒന്ന് ചങ്ങനാശ്ശേരിക്ക് വരാൻ പറഞ്ഞു. ഞാൻ വന്ന് വളരെ കാര്യമായിട്ട് കുശല സാറോട് പറഞ്ഞ നാടകം വേണേൽ ഇങ്ങോട്ട് വന്നിരിക്കാൻ കൊണ്ടുപോകാൻ കഴിയണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അല്ലെങ്കിൽ സത്യത്തിൽ ഇന്ന് നിൽക്കുന്ന മറ്റ് എഴുത്തുകാരേക്കാൾ മുകളിൽ നിൽക്കേണ്ട ഒരാളാണ് കായ്പറം കുശല സാറ്. വളരെ ശക്തനായ എഴുത്തുകാരനായിരുന്നു. സംഗീതം ചെയ്യാനെന്നല്ല, നാടകത്തിൻ്റെ എല്ലാ വശങ്ങളും എനിക്ക് പറഞ്ഞിട്ടുള്ള അദ്ദേഹം തന്നെയാണ്. പിന്നെ എനിക്ക് ആദ്യമായി എന്നെ കൊണ്ട് റീമ്യൂസിക് ചെയ്യിച്ചത് പീപ്പിൾസ് ഭദ്രൻ എന്ന് പറയുന്ന ഒരു സംവിധായകനുണ്ടായിരുന്നു. നടനായിരുന്നു അദ്ദേഹം, വലിയ നടനായിരുന്നു. അദ്ദേഹം ഒരു നാടകത്തിന് സംവിധാനം ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ വേണം, എനിക്ക് പുള്ളിക്കൊന്ന് പറഞ്ഞുതരാണെന്ന്, മ്യൂസിക്കിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം. പുള്ളി ആ വികാരം കാണിച്ചിട്ട് പറയും ഇങ്ങനെ വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ കൈ ഹാർമോണിയത്തിൽ അങ്ങനെ ഓടും. അങ്ങനെയാണ് പശ്ചാത്തല സംഗീതം ഉണ്ടാക്കി ശീലിച്ചത്. സത്യത്തിൽ പീപ്പിൾസ് ഭദ്രൻ എന്ന് പറയുന്ന മഹാനടനെ ജീവിതത്തിലേക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. പ്രിയപ്പെട്ടവരെ, ആലപ്പുഴ ശ്രീകേശ് ഋഷിയണ്ണൻ്റെ ആ ജീവിതയാത്രകൾക്കിടയിലുള്ള ഗൃഹാതുരത്വം തോന്നുന്ന അനുഭവങ്ങളും അണ്ണനെ കൈപിടിച്ച് പ്രൊഫഷണൽ നാടകത്തിലേക്കും നാടകവേദിയിലേക്കും കൊണ്ടുവന്ന പ്രിയപ്പെട്ട വ്യക്തികളെ ഓർത്തുകൊണ്ടുള്ള ഈ വാക്കുകൾ കേട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എനിക്കെന്നും അത്ഭുതമാണ്. ഞങ്ങൾ അരങ്ങിൻ്റെ സ്വന്തം അരങ്ങിനെ എന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന ഋഷിയണ്ണൻ്റെ സാന്നിധ്യമാണ് എൻ്റെ വാക്കുകളും. അതിനേക്കാൾ ഉപരി എന്നെ എപ്പോഴും
സന്തോഷിപ്പിച്ചിരിക്കുന്നത് 10 സംസ്ഥാന സർക്കാരിന്റെ അവാർഡുകൾ നേടിയ ഒരു കലാകാരൻ ഞങ്ങൾ ആലപ്പുഴ മുഹമ്മയിലെ ഞങ്ങളുടെ ഗ്രാമത്തിന്റെ സ്വന്തമാണെന്ന് കേൾക്കുമ്പോൾ അത് വളരെയധികം സന്തോഷമാണ്. അതായത് ഇനിയും ഒത്തിരി നാടകങ്ങൾ സംഗീതം നൽകാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനകളോടെ അടുത്ത നല്ലൊരു കാഴ്ച കാണുന്നവരെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ജഗദീശ്വരന്റെ അനുഗ്രഹത്താൽ ജീവിതയാത്രകൾക്ക് പ്രകാശിതമായി പ്രകാശപൂർണമായി അനുഗ്രഹമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനകളോടെ നിങ്ങളുടെ സ്വന്തം CP ഷാജി.